الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه الفائزين برضا الله. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إنما الخمر والميسر والأنصاب والأزلام رجس من عمل الشيطان فاجتنبوه لعلكم تفلحون. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികൾ, കാരുണ്യവാനായ പടച്ച തമ്പുരാൻ നമ്മുടെ മജ്ലിസിനെ കബൂൽ ചെയ്യുമാറാകട്ടെ. നാളെ അവൻ്റെ സ്വർഗീയ ആരാമത്തിലും അല്ലാഹു നമ്മെ ഇതുപോലെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ ഞാൻ അറിയാതെയൊക്കെ സംഭവിച്ചു പോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകളും പടച്ച തമ്പുരാൻ അവൻ്റെ വിശാലമായ കാരുണ്യം കൊണ്ട് നമുക്ക് മാപ്പാക്കി തരികയും അവസാനം ഈമാനോടെ ലോകത്തോട് വിട പറയാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു പരിപൂർണമായ ശിഫ പ്രദാനിക്കുമാറാകട്ടെ. സാമ്പത്തികവും മാനസികവും ശാരീരികവുമായി പ്രയാസപ്പെടുന്ന എല്ലാവർക്കും അല്ലാഹു ആശ്വാസവും സമാധാനവും നൽകുമാറാകട്ടെ. ലോകത്തെ യുദ്ധത്തിന്റെ പേരിൽ പ്രയാസപ്പെടുന്ന മുഴുവൻ മനുഷ്യർക്കും അല്ലാഹു സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പശ്ചിമേഷ്യയിൽ ഒപ്പിടപ്പെട്ടിരിക്കുന്ന കരാറ് അത് പാലിക്കാൻ ഇരു കക്ഷികളെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി ഇസ്ലാമിക ചരിത്രത്തിലെ രണ്ടാം ഉമർ എന്ന പേരിൽ അറിയപ്പെട്ട നീതിമാനായ ഒരു ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരും ഭരണകർത്താക്കളൊക്കെ വളരെ സമർത്ഥരും ബുദ്ധിമാന്മാരും നീതിമാന്മാരുമായിരിക്കണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ യോഗ്യതയുള്ള ആളുകളെയാണ് അദ്ദേഹം എല്ലാ പ്രദേശങ്ങളിലും നിയമിച്ചത്. അദ്ദേഹം ബസറയിലെ കോടതിയിലെ ചീഫ് ജസ്റ്റിസായി നിയമിച്ചയാളായിരുന്നു ഇയാസ് ഇബ്നു മുആവിയ. അതിബുദ്ധിമാനും സമർത്ഥനും നീതിമാനുമായ ഇയാസ് ഇബ്നു മുആവിയയുടെ വീട്ടിലേക്ക് ഒരു ദിവസം ഖുറാസാനിൽ നിന്നുള്ള ഒരു പൗരപ്രമുഖൻ കയറി വന്നു. ഇയാസ് ഇബ്നു മുആവിയയുമായി ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടക്ക് ആ പൗരപ്രമുഖൻ അദ്ദേഹത്തോട് ചോദിച്ചു, മുന്തിരി കഴിക്കുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അത് തെറ്റാണോ ശരിയാണോ? അപ്പോൾ ഇയാസ് ഇബ്നു മുആവിയ പറഞ്ഞു, മുന്തിരി കഴിക്കൽ അനുവദനീയമാണ്, അത് അല്ലാഹു അനുവദിച്ചതാണ്. രണ്ടാമത്തെ ചോദ്യം വന്നു, വെള്ളം കുടിക്കുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പോൾ ഇയാസ് ഇബ്നു മുആവിയ എന്ന ജഡ്ജി പറഞ്ഞു, വെള്ളം കുടിക്കലും അനുവദനീയമാണ്, അത് പടച്ച തമ്പുരാൻ അനുവദിച്ച കാര്യമാണ്. അപ്പോൾ മൂന്നാമത്തെ ചോദ്യം, എന്നാൽ പിന്നെ ഈ മുന്തിരിയും വെള്ളവും കൂട്ടി വീഞ്ഞുണ്ടാക്കുമ്പോൾ അത് കുടിക്കൽ എങ്ങനെയാണ് നിഷിദ്ധമാകുക? ഈ ചോദ്യത്തിന്റെ മുന്നിൽ അല്പം പോലും പതറാതെ ബുദ്ധിമാനായ ഇയാസ് ഇബ്നു മുആവിയ പറഞ്ഞ മറുപടി, ഒരു കപ്പ് വെള്ളമെടുത്ത് നിങ്ങളുടെ ശരീരത്തേക്ക് ഒഴിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമോ കാര്യമായിട്ട്? അദ്ദേഹം പറഞ്ഞു, ഒന്നുമില്ല, അല്പം നനയുമെന്നല്ലാതെ എന്തുണ്ടാകാൻ. കുറച്ച് ചുണ്ണാമ്പ് പൊടി എടുത്ത് നിങ്ങളുടെ ശരീരത്തേക്ക് ഞാൻ എറിഞ്ഞാൽ അത് നിങ്ങളെ വല്ലാതെ പ്രയാസപ്പെടുത്തുമോ? ഇല്ല. കുറച്ച് വെള്ളം ഒഴിച്ചാൽ പ്രയാസമില്ലാത്തതുപോലെ, ചുണ്ണാമ്പ് പൊടി ഇട്ടപ്പോൾ പ്രയാസമില്ലാത്തതുപോലെ കുറച്ച് മണ്ണ് വാരി നിങ്ങളുടെ ശരീരത്തേക്ക് എറിഞ്ഞാൽ കാര്യമായ എന്തെങ്കിലും അപകടം നിങ്ങൾക്ക് ഉണ്ടാകുമോ? അതിനും ആ ഗ്രാമമുഖ്യൻ പറഞ്ഞ മറുപടി ഇല്ല എന്നാണ്. അപ്പോൾ ഇയാസ് ഇബ്നു മുആവിയ എന്ന സമർത്ഥനായ ജഡ്ജി പറഞ്ഞു, എങ്കിൽ ഇത് മൂന്നും കൂടി കൂട്ടിക്കലർത്തി, ചുണ്ണാമ്പും മണ്ണും കൂട്ടിക്കലർത്തി വെള്ളം കൊണ്ട് കുഴച്ചൊരു ഉണ്ടയുണ്ടാക്കിയിട്ട് ആ ഉണ്ട ഉണക്കിയെടുത്ത് ആ ഉണ്ട കൊണ്ട് നിങ്ങളുടെ ശരീരത്തിന്റെ മർമ്മത്തേക്ക് ഞാൻ എറിഞ്ഞാൽ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാകുമെന്ന് ചോദിച്ചു. അതിനാ
ഗ്രാമമുഖ്യൻ പൗരപ്രമുഖ്യൻ പറഞ്ഞ മറുപടി തീർച്ചയായിട്ടും അതെന്നെ വേദനിപ്പിക്കുമെന്ന് മാത്രമല്ല, ചിലപ്പോൾ അത് കുറച്ച് അപകടം കൂടി ചെയ്യും. എന്നാൽ ഇങ്ങനെയാണ് കാര്യം. വെള്ളം അല്ലാഹു അനുവദിച്ചിട്ടുണ്ട്, മുന്തിരിയും അല്ലാഹു അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ അത് രണ്ടും കൂടി കൂട്ടിക്കലർത്തി ഒരു പ്രത്യേക അവസ്ഥയിൽ കുറച്ചു നാൾ വച്ച് അതിന്റെ അവസ്ഥ മാറിക്കഴിയുമ്പോൾ അതിന് ലഹരി ഉണ്ടാകും. അപ്പോൾ അത് കുടിക്കൽ നിഷിദ്ധമായി. ഇതാണ് ഇയാസ് ഇബ്നു മുആവിയ എന്ന ബുദ്ധിമാനായ ജഡ്ജി അദ്ദേഹത്തോട് പറഞ്ഞ മറുപടി. അലി റളിയല്ലാഹു തആല അൻഹു വിവാഹം കഴിഞ്ഞു. ഫാത്തിമയുമായുള്ള വിവാഹാനന്തരം വലീമ നടത്താൻ വേണ്ടി ഒരു ഒട്ടകത്തെ വാങ്ങി. ആ ഒട്ടകത്തെ കൊണ്ടുപോയി അലി റളിയല്ലാഹു അൻഹു കെട്ടിയത് അക്കാലത്ത് മക്കയിലുണ്ടായിരുന്ന ഒരു മദ്യഷാപ്പിന്റെ മുന്നിൽ, അവിടെ ഉണ്ടായിരുന്ന മദ്യഷാപ്പിന്റെ മുന്നിലാണ്. ആ മദ്യഷാപ്പിന്റെ മുന്നിൽ കെട്ടിയ ഒട്ടകത്തെ അവിടെ മദ്യപിക്കാൻ വേണ്ടി വന്ന ഹംസ റളിയല്ലാഹു അൻഹു മദ്യപാനം കഴിഞ്ഞിറങ്ങിയപ്പോഴാണ് നല്ലൊരു ഒട്ടകൻ ഷാപ്പിന്റെ മുന്നിൽ നിൽക്കുന്നത് കാണുന്നത്. ഒട്ടും മടിച്ചില്ല, അതിനെ അറുത്തു. അപ്പോൾ ഷാപ്പിലുള്ള ആളുകൾ പറഞ്ഞു അത് അലിയുടെ ഒട്ടകമാണ്, അലി വലീമയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതാണെന്നൊക്കെ പറഞ്ഞെങ്കിലും ഹംസ അത് കേട്ടില്ല. ഹംസ അതിനെ അറുത്തതിന്റെ മാംസം അത് കഴിച്ചു. അതിന്റെ എല്ലും അവശിഷ്ടങ്ങളൊക്കെ അവിടെ ഇട്ടിട്ട് ഹംസ പോയി. അലി റളിയല്ലാഹു അൻഹു വരുമ്പോൾ കാണുന്ന ദയനീയമായ ഒരു കാഴ്ച, താൻ തന്റെ വിവാഹത്തിന്റെ വലീമയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന ഒട്ടകത്തെ ഇങ്ങനെ അറുത്ത് മാംസമെല്ലാം കൊണ്ടുപോയൊരു കാഴ്ച കണ്ടപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിന് വല്ലാതെ വേദനിച്ചു. ഹംസയാണെന്ന് മനസ്സിലാക്കിയ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ചെന്നു. നബിയോട് പറഞ്ഞു, നബിയെ, ഹംസ ഇങ്ങനെ ഒരു ക്രൂരത ചെയ്തു, എന്റെ വലീമയുടെ മൃഗമായിരുന്നു അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ ഹംസയെ വിളിപ്പിച്ചു. ഹംസ വന്ന് ഹംസയോട് ചോദിച്ചപ്പോൾ തന്നെ ഹംസയുടെ ഹാങ് ഓവർ കഴിഞ്ഞിട്ടില്ല, മാറിയിട്ടില്ല. ഹംസ പറയുന്നത് നബിയോട്, താങ്കളൊക്കെ എന്റെ അടിമയാണെന്നാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലായി ഹംസ ഇപ്പോഴും ലഹരി തന്നെയാണ്. ഹംസയോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി നബി തങ്ങൾ ഹംസയെ വെറുതെ വിടുകയാണ് ചെയ്തത്, ഉപദേശിച്ചില്ല. ഹംസ എന്ന് പറയുന്നത് സ്വർഗത്തിലെ രക്തസാക്ഷികളുടെ നേതാവാണ്. ആ മനുഷ്യന്റെ ജാഹിലിയത്തിലെ ഇസ്ലാം ലഹരി നിഷിദ്ധമാക്കുന്നതിന് മുമ്പുണ്ടായ ജീവിതത്തിലെ ഒരു അനുഭവമാണ് ഞാൻ ഈ വരച്ച് കാണിച്ചത്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ഒരിക്കൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു തോട്ടത്തിൽ കുറെ മുഹാജിറുകളും അൻസാറുകളും ഇരിക്കുന്നത് കണ്ടു. ഒട്ടകത്തിന്റെ തലകൾ ഇങ്ങനെ പൊരിച്ചു വച്ചിട്ടുണ്ട്, അത് കഴിക്കാൻ പാകത്തിന് പാകപ്പെടുത്തി വച്ചിട്ടുണ്ട്. മദ്യത്തിന്റെ ചഷകങ്ങൾ ഇങ്ങനെ മദ്യം ഊറ്റി വച്ചിട്ടുണ്ട്. അപ്പോൾ അവരെന്നെ വിളിച്ചു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വരിക, ഉത്തഇബുക്കാവോ ഉസ്തീക്ക, നന്നായി ഭക്ഷണം തരാം, നല്ല വെള്ളം തരാം, മദ്യം തരാമെന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചു. ഞാൻ അങ്ങോട്ട് കയറി ചെന്നു. സഅദ് ഇബ്നു അബീ വഖാസ് എന്ന പ്രമുഖനായ സഹാബി, അദ്ദേഹം പറയാണ്, ഞാൻ അവിടെ പോയിരുന്നതൊക്കെ കഴിച്ചു, നന്നായി മദ്യപിച്ചു. പിന്നെ ആ സദസ്സിലുണ്ടായത് വലിയൊരു ബഹളവും ഒരു അടിപിടിയുമായിരുന്നു. ഞാൻ അപ്പോൾ പറഞ്ഞു, അൽ മുഹാജിറൂന ഖൈറു മിനൽ അൻസാർ, അൻസാരികളെക്കാൾ നല്ലവർ മുഹാജിറുകളാണെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു. അത് അൻസാരികളെ പ്രകോപിപ്പിച്ചു. ഒരു അൻസാരി ഒട്ടകത്തിന്റെ ഒരു താടിയിൽ എടുത്തിട്ട് എന്റെ മുഖത്തേക്ക് അടിച്ചു, എന്റെ മൂക്ക് മുറിഞ്ഞു. എല്ലാവരും ലഹരിയിലാണ്. ആ ലഹരിയിൽ അവിടെ നടന്ന അടിപിടിക്കിടക്ക് എന്റെ മൂക്ക് മുറിഞ്ഞു. ഞാൻ ഉടനെ പ്രവാചകന്റെ അടുക്കലേക്ക് ചെന്നു, നബിയെ, എന്റെ മൂക്ക് അങ്ങ് കണ്ടോ? ഒരു അൻസാരി അടിച്ചതാ. ആ സന്ദർഭത്തിലാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയിൽ എക്കാലഘട്ടത്തേക്കും മദ്യം നിരോധിച്ചുകൊണ്ട്, ലഹരി നിരോധിച്ചുകൊണ്ടുള്ള വിശുദ്ധ ഖുർആനിലെ ആയത്ത് അവതരിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ, ഏ വിശ്വാസികളെ, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്വാൻ, മദ്യവും ചൂതാട്ടവും പ്രശ്നം വയ്ക്കലും പ്രതിഷ്ഠകളൊക്കെ പൈശാചികമാണ്, അതൊന്നും നിങ്ങൾ ചെയ്യരുത്. ഫജ്തനിബുഹു, നിങ്ങൾ അത് ഒഴിവാക്കണം. ലഅല്ലക്കും തുഫ്ലിഹൂൻ, എന്നാലേ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയൂ. ലഹരി മാറ്റി നിർത്തിയാലേ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയൂ എന്നുള്ള വിശുദ്ധ ഖുർആനിന്റെ എന്നേക്കുമുള്ള ആ പ്രഖ്യാപിതമായ പ്രഖ്യാപനം നടക്കുന്നത് ഹിജറയുടെ 2-ാം വർഷം ഈ ഒരു സന്ദർഭത്തിലാണ്. അബൂ തുൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഷാപ്പിൽ മദ്യം വിളമ്പുകയാണ്. അദ്ദേഹം കഥ അറിഞ്ഞിട്ടില്ല. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഏത് അനസ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 10 വർഷത്തെ സേവകനാണ് അനസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയാണ്, ആ അബൂ തുൽഹയുടെ ഷാപ്പിൽ ഞാനിങ്ങനെ മദ്യം ഒഴിച്ചു കൊടുക്കുന്ന സന്ദർഭത്തിലാണ്
ആരോ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, ഹൽ അന്തും മുന്തഹൂൻ, നിങ്ങൾ ഇനിയും നിർത്താറായില്ലേ, ഇനിയും അവസാനിപ്പിക്കാറായില്ലേ എന്നിങ്ങനെ ആരോ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്. അബൂ തൽഹ എന്നോട് പറഞ്ഞു, എന്തോ വിളിയാളം കേൾക്കുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചു നോക്കാൻ വേണ്ടി പറഞ്ഞു. ശ്രദ്ധിച്ചു നോക്കുമ്പോൾ മദ്യം നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇങ്ങനെ വിളിച്ചു പറയുന്ന ഒരു വിളിയാളമായിരുന്നു അത് എന്നെനിക്ക് മനസ്സിലായി. ചരിത്രം ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയത്, ഫസാലത്ത് ഫി സിക്കക്കിൽ മദീന. അത് കേൾക്കേണ്ട താമസം. വലിയ വലിയ മദ്യരാജാക്കന്മാരുണ്ടായിരുന്നു മദീനയിൽ. അവരാരും പിന്നെ ഒരല്പം പോലും ബാക്കി വെച്ചില്ല. കയ്യിലുണ്ടായിരുന്നവർ അത് ഒഴുക്കിക്കളഞ്ഞു. വായിൽ കുടിക്കാൻ വേണ്ടി വായിലേക്ക് ഒഴിച്ചവർ അത് തുപ്പിക്കളഞ്ഞു. തങ്ങളുടെ വലിയ വലിയ ഷാപ്പുകളിൽ വിൽപ്പനയ്ക്ക് വെച്ചിരുന്ന വലിയ വലിയ ജാറുകൾ അത് ഊറ്റിക്കളഞ്ഞു. മദീനയുടെ തെരുവീതികളുടെ മദ്യത്തിന്റെ പുഴ തന്നെ ഒഴുകി എന്ന് പറയുന്നത് ശരിക്കും ഒരു ഭംഗിവാക്കല്ല. അക്ഷരാർത്ഥത്തിൽ അന്ന് മദീനയിൽ സംഭവിച്ച ഹിജറയുടെ 2-ാം വർഷം മദീനയിൽ ഉണ്ടായ ഒരു പരിവർത്തനമായിരുന്നു സത്യത്തിൽ ചരിത്രം രേഖപ്പെടുത്തി. ഇന്നുള്ളതിനേക്കാൾ മദ്യാസക്തിയുള്ള ഒരു സമൂഹമായിരുന്നു അന്നുണ്ടായിരുന്നത്. അതുകൊണ്ടാണല്ലോ അബൂ മിഹ്ജനു സഖഫി എന്ന് പറയുന്ന ഒരു സഹാബി, അദ്ദേഹം പിൽക്കാലത്ത് ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. അദ്ദേഹം തന്റെ ഭാര്യയോട് പറഞ്ഞൊരു വസിയത്താണ്, ഇദാമിത്തു ഫദുഫിന്നി അലാ ജംബി കിർമത്തി, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പോലും എന്നെ ഒരു മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ കുഴിച്ചിടണം. എന്റെ കബറിലേക്ക് ആ മുന്തിരിയുടെ ചെറിയ ചാറുകൾ ഇങ്ങനെ ഒലിച്ചൊലിച്ചു വരണം, കബറിൽ കിടന്നിട്ടും എനിക്കത് ആസ്വദിക്കണം എന്ന് പറഞ്ഞ ആളാണ് അബൂ മിഹ്ജനു സഖഫി. അദ്ദേഹം പിന്നെ മുസ്ലിം ആകുന്നുണ്ട്. മുസ്ലിം ആയിട്ട് പോലും അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഖിലാഫത്ത് കാലത്ത് ഖാദിസിയ യുദ്ധം നടക്കുമ്പോൾ ഈ അബൂ മിഹ്ജനിനെ മദ്യപാനത്തിന്റെ പേരിൽ പിടിക്കപ്പെട്ടു. അത്രമാത്രം ലഹരിക്ക് അടിമപ്പെട്ട ഒരു സമൂഹമായിരുന്നു അന്നത്തെ അറബികൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ചരിത്രം അവരെ കുറിച്ച് പറയുന്നത് 3 W ആൾക്കാരാണ്: വാർ, വൈൻ, വിമൺ. മദ്യവും മദിരാശിയും യുദ്ധവും ഇല്ലാതെ ജീവിക്കാൻ കഴിയാതിരുന്ന സമൂഹമായിരുന്നു അന്നത്തെ അറബികൾ. നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തായിരുന്നു അറബ് സമൂഹത്തിന്റെ മദ്യാസക്തി എന്ന് പറയുന്നത്. അതിന്റെ ചെറിയ ചെറിയ ഉദാഹരണങ്ങളാണ് ഞാൻ വരച്ച് കാണിച്ചത്. ഈ സമൂഹത്തെ മദ്യമുക്തമാക്കാൻ വേണ്ടി ഒരൊറ്റ വാക്കേ വേണ്ടി വന്നുള്ളൂ, ഫഹല്ലന്തും മുന്തഹു, നിങ്ങൾ നിർത്തുന്നില്ലേ? ആ ഒരു ചോദ്യത്തിന്റെ മുന്നിൽ എല്ലാവരും പറഞ്ഞു, ഇന്തഹേന യാ റസൂലല്ലാഹ്, ഞങ്ങൾ അവസാനിപ്പിച്ചു നബിയെ. ഞങ്ങൾ ഇത്രയും നാൾ വലിയ മദ്യാസക്തിയുള്ള ആളുകളായിരുന്നു, കുടിയന്മാരായിരുന്നു, ഇനി ഞങ്ങളില്ല. ഖുർആൻ അത് വേണ്ടെന്ന് പറഞ്ഞെങ്കിൽ ഞങ്ങളത് നിർത്തിയെന്ന് പറയാൻ അവർക്ക് കഴിഞ്ഞു. അതിനുശേഷവും ചരിത്രത്തിൽ പല സ്ഥലത്തും മദ്യനിരോധനം ഉണ്ടായിട്ടുണ്ട്, കേരളത്തിൽ ഉൾപ്പെടെ. ചാരായ നിരോധനം നടന്നൊരു നാടാണ് കേരളം. 920 അമേരിക്കയിൽ മദ്യനിരോധനം കൊണ്ടുവന്നത്. പക്ഷേ 932-33 ആയപ്പോൾ അമേരിക്കക്കാർ തന്നെ പറഞ്ഞു മദ്യനിരോധനം എടുത്തു കളയണം. 13 വർഷത്തിന് ശേഷം അമേരിക്ക മദ്യനിരോധനം എടുത്തു കളഞ്ഞു. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ നിരോധിത ലഹരി വസ്തുക്കൾ ലഭിക്കുന്ന രാജ്യം ഏതെന്ന് നമ്മളൊന്ന് അന്വേഷിച്ചു നോക്കിയാൽ അമേരിക്കയാണ്. എന്തുകൊണ്ടാണ് ഇസ്ലാമിന് ഈ ഒരു ലഹരിയുടെ വ്യാപനത്തെ തടയാനും ഈ മദ്യനിരോധനത്തെ നടപ്പിലാക്കാനും ഇസ്ലാമിന് എന്തുകൊണ്ട് കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി ഇസ്ലാം അവിടെ വളരെ യുക്തിസഹമായി ഇടപെട്ടു എന്നുള്ളതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഒരൊറ്റയടിക്ക് മദ്യം നിരോധിക്കാൻ വേണ്ടി ഇസ്ലാം തീരുമാനിച്ചിരുന്നെങ്കിൽ, അങ്ങനെ നിരോധിച്ചിരുന്നെങ്കിൽ അവരത് വകവയ്ക്കുമായിരുന്നില്ല, അംഗീകരിക്കുമായിരുന്നില്ല. കാരണം വെള്ളം പോലെ, വെള്ളത്തേക്കാൾ അവർക്ക് സുലഭമായി ലഭിക്കുന്നതും അവർ യഥേഷ്ടം കുടിക്കുന്നതുമായ ഒന്നായിരുന്നു മദ്യം എന്നുള്ളത് അക്കാലഘട്ടത്തിൽ. അവരോട് ഒറ്റയടിക്ക് നിർത്താൻ പറഞ്ഞാൽ അവർ നിർത്തൂല. പക്ഷെ ഖുർആൻ അവിടെ സ്വീകരിച്ചത് പടിപടിയായിട്ടുള്ള ഒരു നിരോധനത്തിന്റെ ശൈലിയാണ് ഖുർആൻ സ്വീകരിച്ചത്. ആദ്യം ഖുർആൻ സൂറത്തുൻ നഹ്ലിലൂടെ പറഞ്ഞത് വമിൻ സമറാത്തിൻ നഖീലി വൽ അനാബി തത്തഖിദൂന മിൻഹു സുക്റൻ വറിസ്കൻ ഹസന. ഇതാ ഇത്രേ പറഞ്ഞുള്ളൂ. നിങ്ങൾ ഈത്തപ്പനയുടെയും മുന്തിരിയുടെയും പഴങ്ങളിൽ നിന്നും നിങ്ങൾ നല്ല ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്, ലഹരിയും ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അത്രേ പറഞ്ഞുള്ളൂ. അതിൽ തന്നെ ഒരു സൂചനയുണ്ട്. ഒരിക്കലും ഈത്തപ്പനയിൽ നിന്നോ അല്ലെങ്കിൽ മുന്തിരിയിൽ നിന്നോ ഉണ്ടാക്കുന്ന ലഹരി എന്ന് പറയുന്നത് ഭക്ഷണം പോലെയല്ല, അത് രണ്ടും രണ്ടാണെന്നൊരു സൂചന അതിനകത്തുണ്ട്. ഖുർആൻ നിരോധിച്ചില്ല ആ സമയത്തൊന്നും. യഥേഷ്ടം അവർ കുടിച്ചുകൊണ്ടിരുന്നു. മദ്യത്തെ കുറിച്ച് അവർ താങ്കളോട് ചോദിക്കും, ചൂതാട്ടത്തെ കുറിച്ച് ചോദിക്കും. താങ്കൾ പറഞ്ഞേക്ക് അതിനകത്ത് ധാരാളം കുറ്റങ്ങളുണ്ട്, ചെറിയ പ്രയോജനമുണ്ട് എന്ന് പറഞ്ഞേക്ക്. അതിന്റെ പ്രയോജനത്തെ ഖുർആൻ തള്ളി പറഞ്ഞിട്ടില്ല. കാരണം അതിന്റെ പ്രയോജനങ്ങൾ യഥേഷ്ടം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് സമൂഹത്തോടാണ് പറയുന്നത്.
അതുകൊണ്ട് ഖുർആൻ പറഞ്ഞത് അതിനകത്ത് ചില പ്രയോജനങ്ങളുണ്ട്. താൽക്കാലികമായ മനുഷ്യന്റെ ലഹരി എന്ന് പറയുന്ന ലഹരി ഉണ്ടാക്കി തരുന്ന ആസ്വാദനങ്ങളുണ്ട്. അതിനെ ഖുർആൻ തള്ളി പറഞ്ഞില്ല, അത് അംഗീകരിക്കുകയാണ് ചെയ്തത്. അപ്പോഴും ഖുർആൻ നിരോധിച്ചില്ല. പിന്നീടാണ് നമസ്കാര സമയത്ത് സൂറത്തുൽ കാഫിറൂന ഓതുകയും അത് അവസാനിക്കാൻ കഴിയാതെ, സൂറത്തുൽ കാഫിറൂന ഒരു അവസാനത്തിലേക്ക് എത്തിക്കാൻ കഴിയാതെ ഇങ്ങനെ അതിൽ കിടന്നിങ്ങനെ ചുറ്റിയ സമയത്താണ് വിശുദ്ധ ഖുർആനിൽ അടുത്ത ആയത്ത് അവതരിക്കുന്നത്, വലാ തഖറബുസ് സ്വലാത്ത വഅൻതും സുക്കാറ. ലഹരി ബാധിച്ച് നിങ്ങൾ നിസ്കരിക്കാൻ വരരുത്, ഇത്രേ പറഞ്ഞുള്ളൂ. 5 നേരത്തെ നിസ്കാരമുണ്ട്. അപ്പൊ നിസ്കരിക്കാൻ വരുമ്പോൾ ലഹരി ഉണ്ടാകരുതെന്ന് പറഞ്ഞാൽ അതിന് എത്രയോ മുമ്പ് കുടി നിർത്തണം. അപ്പൊ വളരെ കുറഞ്ഞ സമയം മാത്രമേ പിന്നെ കുടിക്കാൻ കിട്ടുള്ളൂ. അപ്പോഴും ഖുർആൻ നിരോധിക്കുന്നില്ല, പൂർണ്ണമായ നിരോധനത്തിലേക്ക് ഖുർആൻ എത്തുന്നില്ല. പിന്നീടാണ് സമ്പൂർണമായൊരു നിരോധനത്തിന് അവർ പാകമായി കഴിഞ്ഞപ്പോൾ, മാനസികമായി തയ്യാറെടുത്ത് കഴിഞ്ഞൊരു ഘട്ടത്തിലാണ് വിശുദ്ധ ഖുർആൻ അതിനെ നിരോധിക്കുകയും ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് യാ മുഹമ്മദ് എന്ന് സംബോധന ചെയ്തുകൊണ്ട് നബിയോട് പറഞ്ഞു, ഇന്നല്ലാഹ ലഅനൽ ഖംറ, അല്ലാഹു ഖംർ അല്ലാഹു നിഷിദ്ധമാക്കിയിട്ടുണ്ട്, അതിനെ അല്ലാഹു ശപിച്ചിട്ടുണ്ട്. ഖംറിനെ മാത്രമല്ല 10 പേരെയും അല്ലാഹു ശപിച്ചു. അത് പിഴിഞ്ഞെടുക്കുന്നവൻ, പിഴിയിപ്പിക്കുന്നവൻ, അത് കുടിക്കുന്നവൻ, കുടിപ്പിക്കുന്നവൻ, ചുമക്കുന്നവൻ, ആർക്ക് വേണ്ടി ചുമക്കപ്പെടുന്ന അവൻ, കുടിച്ചില്ലെങ്കിലും അതിന്റെ വില ഭക്ഷിക്കുന്നവൻ, ഇങ്ങനെ 10ഓളം ആളുകളെ ആ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ശാപം അവർക്കുണ്ടേ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഞാനിത് പറഞ്ഞു വന്നത് വളരെ അപകടകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്നത്തെ സമൂഹം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഉള്ള ഈ സിന്തറ്റിക് ലഹരി പോലെയുള്ള വസ്തുക്കളെക്കാൾ വളരെ അപകടം കുറഞ്ഞ മദ്യത്തെ കുറിച്ചാണ് ഖുർആൻ ഈ പരാമർശങ്ങൾ നടത്തുന്നതെങ്കിൽ, ഇന്ന് കാലഘട്ടം പിന്നിട്ടപ്പോൾ പരമ്പരാഗത കഞ്ചാവ് പോലെയുള്ള ലഹരികളെയൊക്കെ പിന്മാറ്റിക്കൊണ്ട്, അതിനെയൊക്കെ പുറന്തള്ളിക്കൊണ്ട് ഇന്നത്തെ യുവതലമുറ സഞ്ചരിക്കുന്നത് സിന്തറ്റിക് ലഹരിയുടെ പിന്നിലൂടെയാണ്. ഏറ്റവും അപകടകരമായ ഒരു ലഹരിയുടെ കാലഘട്ടത്തിലാണ് നമ്മളിന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ അപകടകരമായ ഒരു സാഹചര്യം. അവിടെയാണ് നമുക്ക് അടുത്ത വെള്ളിയാഴ്ച ജൂൺ 26-ാം തീയതി ലഹരി വിരുദ്ധ ദിനം കൂടിയാണ്. നമ്മുടെ കേരളത്തിൽ പുതിയ സർക്കാർ ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടം ആഭ്യന്തര വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടവുമാണ്. തീർച്ചയായിട്ടും നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാനും ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, നമുക്കത് ചെയ്യാൻ കഴിയും. ഇത് ഏറ്റെടുക്കാൻ ഏറ്റവും അർഹതയുള്ള, ഏറ്റെടുക്കാൻ ഏറ്റവും ബാധ്യതയുള്ള ഒരു സമൂഹമാണ് നമ്മൾ മുസ്ലിമീങ്ങൾ. കാരണം ലഹരിയെക്കുറിച്ച് ഇത്ര വലിയ ഭീഷണി വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ലഹരിക്കെതിരായി ഇത്രയും വലിയൊരു ഭീഷണിയും ഇത്ര വലിയൊരു പോരാട്ടവും ഒരു സമൂഹത്തിലും ഒരു മതത്തിലും നമുക്ക് കാണാൻ കഴിയില്ല. ഒരല്പം പോലും നിഷിദ്ധമാണെന്നാണ് ഖുർആനിന്റെ ഭാഷ്യം. ലഹരിയിൽ അപകടമില്ലാത്തൊരളവില്ല എന്നാണ് WHO പറയുന്നത്. ചെറിയ അളവിൽ കുടിക്കുന്ന ലഹരി പോലും അത് അപകടകരമാണെന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത്. അത് തന്നെയാണ് ഇസ്ലാമിന്റെ നിലപാട്. മദ്യം നിഷിദ്ധമാണ്, മദ്യം നജസാണ്, അത് തൊടുക പോലും ചെയ്യരുത് എന്നുള്ള കർശനമായ നിലപാടാണ് പരിശുദ്ധ ഇസ്ലാമിലുള്ളത്. അൽ ഖംറു ഉമ്മുൽ ഖബായിഫി, എല്ലാ തിന്മകളുടെയും ഉമ്മെന്ന് പറയുന്നത് ഖംറാണ്. ഒരു മനുഷ്യൻ ലഹരി ബാധിച്ചാൽ അവൻ എല്ലാ തെറ്റും ചെയ്യും. ലഹരി ബാധിതം ചെയ്യാത്ത തെറ്റുകൾ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പൂർവികനായ ഒരു സാത്വികന്റെ കഥ പറയുന്നുണ്ട്. നല്ലൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. പക്ഷെ അദ്ദേഹം ഒരു സ്ത്രീയുടെ വീട്ടിൽ അകപ്പെട്ടു പോയി. 3-4 തിന്മ ചെയ്യാൻ അദ്ദേഹം നിർബന്ധിതനായി. ഒന്നിരിക്കൽ വ്യഭിചരിക്കണം, അല്ലെങ്കിൽ കൊലപാതകം നടത്തണം, അല്ലെങ്കിൽ മദ്യപിക്കണം. ആ സാലിഹായ മനുഷ്യൻ തെരഞ്ഞെടുത്തത് മദ്യപാനമാണ്. കൊലപാതകം നിഷിദ്ധമാണ്, വേറൊരാളെ മനുഷ്യന്റെ ജീവൻ ഹനിക്കുന്നത് നിഷിദ്ധമാണ്, വ്യഭിചരിക്കുന്നത് മോശമാണ്. അദ്ദേഹം തമ്മിൽ ഭേദമായി കണ്ടത് മദ്യപിക്കലായിരുന്നു. പക്ഷേ ആദ്യം മദ്യപിച്ച മനുഷ്യൻ അവന് ബോധം നഷ്ടപ്പെട്ടപ്പോൾ പിന്നീട് അവൻ കൊല വേണ്ടി വന്നു. അതുപോലെ വ്യഭിചാരത്തിലേക്കും അവൻ നീങ്ങേണ്ടി വന്നു. അതുകൊണ്ട് സമൂഹത്തിലുള്ള മദ്യപന്മാർ, ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് മദ്യം എന്നൊക്കെ പറയുന്നതിന്റെ ലഹരി കുറച്ചു കഴിഞ്ഞ് ഇറങ്ങിപ്പോകും. ഇന്നുള്ള ഈ ലഹരി വസ്തുക്കൾ, സിന്തറ്റിക് ലഹരി പദാർത്ഥങ്ങൾ, അത് മനുഷ്യനെ അതിനടിമപ്പെടുത്തുന്ന ഒരവസ്ഥയിലാണെന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ സമൂഹത്തിൽ ക്രിമിനലുകളായി മാറും ഈ ലഹരിയുടെ ഉപയോക്താക്കൾ. അതുകൊണ്ട് അതിനെതിരെയുള്ള ഈ കേരള സർക്കാരിന്റെ തൂഫാൻ തീർച്ചയായിട്ടും നമുക്കതിനോട് സഹകരിക്കേണ്ടതുണ്ട്. അത് ആര് നടത്തിയാലും, ഏത് ഗവൺമെന്റ് നടത്തിയാലും, ഏത് രാഷ്ട്രീയ പ്രസ്ഥാനം നടത്തിയാലും ഇത്തരത്തിലുള്ള സാമൂഹ്യമായ നന്മകൾക്ക് പിന്നിൽ എല്ലാവിധ പിന്തുണ കൊടുത്തുകൊണ്ട് നിന്നുകൊടുക്കാൻ തീർച്ചയായിട്ടും നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മൾ അതിന്റെ ഏറ്റവും വലിയ അപകടങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാടും അതിൽ നിന്നൊട്ടും വിഭിന്നമല്ല.
അതിന്റെ ഓരോ വാർത്തകൾ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോകുകയാണ്. എന്നെപ്പോലുള്ള ആളുകൾക്ക് അത്തരം വാർത്തകൾ ലഭ്യമല്ല. എന്നാൽ പോലും അതിൽ ഇടപെട്ട ആളുകൾ പറഞ്ഞു കേൾക്കുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മുടെ നാട് പോലും വലിയ അപകടാവസ്ഥയിലാണ് നിലവിലുള്ളത്. നമ്മുടെ 15-25 വയസ്സിന്റെ ഇടയിലുള്ള മക്കൾ പലരും ഇത്തരം ലഹരിക്ക് അടിമകളാണെന്നുള്ള ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ് നമ്മൾ കേൾക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ലഹരി മാഫിയകളെ പിടികൂടാൻ വേണ്ടി നമ്മെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന്റെ ഈ സംവിധാനങ്ങൾ, എക്സൈസ് വകുപ്പ്, പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ കാര്യമായി ശ്രമിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ അതിനാവശ്യമായ എല്ലാവിധ പിന്തുണയും നമുക്ക് കൊടുക്കാൻ കഴിയണം. ഇന്നത്തെ ലഹരി മാഫിയകൾ എന്ന് പറയുന്നത് ഹൈടെക് മാഫിയകളാണ്. അവരെ പിടികൂടുക എന്നുള്ള എളുപ്പമൊന്നുമല്ല. പിടികൂടാൻ ശ്രമിക്കുന്ന ഉദ്യോഗസ്ഥരെ പോലും ജീവന് ഭീഷണിയാണ്. അത്രമാത്രം അവരെ വലിയ മാഫിയ സംഘങ്ങളായി ഈ ലഹരി മാഫിയകൾ പ്രവർത്തിക്കുന്ന ഒരു കാലത്ത് ഡിജിറ്റൽ നെറ്റ്വർക്കിലൂടെയാണ് ഇന്ന് ലഹരി കച്ചവടം തന്നെ നടക്കുന്നത്. നേർക്കുനേരെയുള്ള കച്ചവടമല്ല. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ നടക്കുന്ന വലിയ വലിയ കച്ചവടങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മളെ പോലുള്ള ഓരോരുത്തർക്കും പോയി അതിനകത്ത് പോയി ഇടപെടാനോ അവരെ പിന്തിരിപ്പിക്കാനോ കഴിയില്ല. ഗവൺമെന്റിന്റെ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കുന്ന ഒരു ഘട്ടത്തിൽ അതിനെ സഹായിക്കാൻ വേണ്ടി നമുക്ക് കഴിയണം. എവിടെയെല്ലാം ലഹരിയുമായി ബന്ധപ്പെടുന്ന ആളുകളുണ്ടോ നമ്മുടെ അറിവിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവരെ അറിയിക്കണം. നമ്മുടെ പേര് വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുമെന്നും അത് പുറത്തുവിടില്ല എന്നും തീർച്ചയായും നമുക്ക് സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പരിചയത്തിലോ നമ്മുടെ അറിവിലോ ആരെങ്കിലും ലഹരിയുടെ കാരിയറായിട്ടുണ്ടെങ്കിൽ, ലഹരി ഉപയോഗിക്കുന്നവരായിട്ടുണ്ടെങ്കിൽ, ലഹരിയുമായി ബന്ധപ്പെടുന്നവരായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സർക്കാരിന്റെ സംവിധാനങ്ങളെ, ആഭ്യന്തര വകുപ്പിനെ നമുക്കത് അറിയിക്കാൻ കഴിയും. നമ്മളതുമായി സഹകരിക്കാൻ നമുക്ക് കഴിയും. അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന കാലഘട്ടം ഈ ലഹരിയുടെ വലിയ അപകട സാധ്യതകൾ, വലിയ ദുരന്തങ്ങൾ നമ്മുടെ നാടുകൾ പേറേണ്ടി വരും. ഇപ്പോൾ തന്നെ 2025 അപേക്ഷിച്ച് 2026 കേരളത്തിൽ ലഹരിയുടെ വിൽപ്പന 36% വർദ്ധിച്ചു. 36%. നമ്മുടെ രാജ്യത്ത് ലഹരിയുടെ ഹബ്ബ് എന്നറിയപ്പെടുന്നത് പഞ്ചാബാണ്. പഞ്ചാബിനെ പോലും കവച്ചു വെക്കുന്ന അവസ്ഥയിലാണ് കേരളം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്, പ്രബുദ്ധ കേരളം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. 30 കോടി ആളുകൾ ലോകത്തെ ലഹരിക്കടിമയാണ്. 6% ആളുകൾ അതീവ ഗുരുതരമായ ലഹരിക്കടിമയാണ്. ഇന്ത്യയിൽ 30 കോടി മനുഷ്യന്മാർ മദ്യത്തിന്റെയും ഈ ലഹരി വസ്തുക്കളുടെയും അടിമയാണ്. 3.5 കോടി മനുഷ്യന്മാർ ഇന്ത്യ രാജ്യത്ത് നിരോധിതമായ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരാണ്. ഇത്ര വലിയ കണക്കുകളാണ് നമ്മുടെ മുന്നിലുള്ളത്, നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ ആരും നമ്മുടെ മക്കളെ കുറിച്ച് വലിയ ജാഗ്രത നമുക്കുണ്ടാകണം. ഇന്ന് മറ്റൊരുത്തന്റെ മകനാണ് ലഹരിക്കടിമയെങ്കിൽ നമുക്കത് തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇതൊരു സാമൂഹ്യ വിപത്തായി വർദ്ധിച്ചു വരുമ്പോൾ നമ്മുടെ മക്കളും അതിനടിമകളായി പോയി. രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവസാനമായിരിക്കും ഇത് അറിയുക. തന്റെ മകൻ ലഹരിക്ക് അടിമപ്പെട്ടു എന്ന് അറിയുന്നത് അവസാനമായിരിക്കും. ആദ്യം കുട്ടികൾ ഇത് പരീക്ഷിക്കാൻ വേണ്ടിയാണ് തുടങ്ങുക. ചെറിയ ഡോസിൽ പരീക്ഷണാർത്ഥം തുടങ്ങും, പിന്നെ അതൊരു ശീലമായി മാറും, പിന്നെ അത് അഡിക്റ്റായിട്ട് മാറും. അഡിക്റ്റായി കഴിയുമ്പോഴാണ് പലപ്പോഴും മാതാപിതാക്കൾ അറിയുക. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ മാതാപിതാക്കൾ നിങ്ങളുടെ മക്കൾ അതിനകത്ത് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളവരെ ഭയപ്പെടുത്തിയിട്ടോ ഭീഷണിപ്പെടുത്തിയിട്ടോ ഒരു കാര്യമില്ല. അവരെ ചേർത്ത് പിടിക്കുക. സർക്കാരിന്റെ ഡി അഡിക്ഷൻ സെന്ററുകളിൽ കൊണ്ടുപോയി അവരെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. അവർക്ക് കൗൺസിലിംഗ് കൊടുത്തുകൊണ്ട് അവരെ മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരിക്കലും മക്കളെ ചീത്ത പറഞ്ഞിട്ടോ മക്കളെ വഴക്ക് പറഞ്ഞിട്ടോ മർദ്ദിച്ചിട്ടോ ലഹരിയിൽ നിന്ന് അവരെ മാറ്റിയെടുക്കാൻ കഴിയില്ല. നമുക്കത് തിരിച്ചറിയാൻ ചില അടയാളങ്ങളുണ്ട്. അടയാളങ്ങളോട് നമ്മൾ തിരിച്ചറിയുക. ഒന്ന് പെരുമാറ്റത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ്. കുട്ടികളുടെ പെരുമാറ്റത്തിൽ വലിയ വ്യത്യാസം ഉണ്ടാവും ലഹരി ഉപയോഗിക്കുന്നവരാണെങ്കിൽ. രഹസ്യാത്മകത സൂക്ഷിക്കാൻ അവർ ശ്രമിക്കും. ഒളിച്ചുള്ള ജീവിതം അവർ ആഗ്രഹിക്കും. നമ്മളിൽ നിന്ന് അകലാൻ വേണ്ടി ശ്രമിക്കും. മൊബൈൽ ഫോൺ അവർ ഒളിച്ചു വയ്ക്കും. നാം ചെല്ലുന്ന സമയത്ത് അത് കട്ട് ചെയ്യും. അതിന്റെ പാസ്വേഡുകൾ പെട്ടെന്നോട്ട് മാറ്റിക്കൊണ്ടിരിക്കും. ഇങ്ങനെയൊക്കെ ഒളിഞ്ഞു ജീവിക്കാൻ വേണ്ടി, രഹസ്യമായി ജീവിക്കാൻ വേണ്ടി, രഹസ്യാത്മകത സൂക്ഷിക്കാൻ വേണ്ടി ശ്രദ്ധിക്കും ഈ ലഹരിക്ക് അടിമപ്പെട്ട കുട്ടികൾ. അവരുടെ ജീവിത ശൈലിയിൽ മാറ്റം ഉണ്ടാകും, ദിനചര്യകളിൽ മാറ്റം ഉണ്ടാകും. പകൽ ഉറക്കം കൂടും, രാത്രി ഉറക്കം കുറയും. ചില കുട്ടികൾ ലഹരി ഉപയോഗിച്ച ഭക്ഷണം കൂടുതൽ കഴിക്കും, ചിലരുടെ ഭക്ഷണം കുറയും. അടച്ചിട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കും. നമ്മളെന്തെങ്കിലും പറഞ്ഞ ദേഷ്യത്തോടുകൂടി പ്രതികരിക്കും, അല്ലെങ്കിൽ നിഷേധാത്മകമായി പ്രതികരിക്കും. ഇതൊക്കെ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളുടെ സാധാരണ രീതിയിലുള്ള അടയാളങ്ങളാണ്. അതുപോലെ സാമ്പത്തിക ആവശ്യങ്ങൾ കൂടും അവർക്ക്. നമ്മളോട് എപ്പോഴും പൈസ ചോദിക്കും. പൈസ കിട്ടിയില്ലെങ്കിൽ വീട്ടിൽ നിന്ന് മോഷണം നടത്തും. സ്വർണമോ പൈസയോ മോഷ്ടിക്കും. കിട്ടിയില്ലെങ്കിൽ അയൽവക്കത്തൊന്ന് മോഷ്ടിക്കും. ഇങ്ങനെ സാമ്പത്തികമായ ആവശ്യങ്ങൾ കൂടി വരിക. ഇതൊക്കെ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളുടെ അടയാളമായിട്ട് സാധാരണ ഈ എക്സൈസ് ഡിപ്പാർട്ട്മെന്റും പോലീസൊക്കെ നമ്മളെ അറിയിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. പോലീസിന്റെ ഇടപെടൽ, സർക്കാരിന്റെ ഇടപെടൽ ഇതൊരു പ്രഹസനമായിട്ട് മാറരുത്. ഈ തൂഫാൻ ഓപ്പറേഷൻ എന്നൊക്കെ പറയുന്നത് പ്രഹസനമായിട്ട് മാറരുത് എന്നാണ് സർക്കാരിനോട് പറയാനുള്ളത്.
സർക്കാരുകളെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചില ഓപ്പറേഷനൊക്കെ നടത്താറുണ്ട്. പക്ഷെ അത് കഴിയുമ്പോൾ 1-2 മാസം അവരുടെ ഓപ്പറേഷൻ നടക്കും. അത് കഴിയുമ്പോൾ ഈ മാഫിയ പഴയ പോലെ സജീവമാകും. ഇതിനൊരു തുടർച്ചയുണ്ടാകണം. അതിന് ആത്മാർത്ഥമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ, നമുക്കറിയാം കോട്ടയം ജില്ലയിലെ പോലീസ് മേധാവി ഷാവുൽ ഹമീദ് സാർ, അദ്ദേഹം ഇപ്പോഴൊന്ന് സ്ഥലം മാറിപ്പോയി. അദ്ദേഹം വളരെ വിദഗ്ധനായിരുന്നു ആ വിഷയത്തിൽ. എനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായ പരിചയം കൂടിയുണ്ട്. അദ്ദേഹം ഇവിടെ ജുമയ്ക്ക് പങ്കെടുത്തിട്ടുണ്ടല്ലോ പല സന്ദർഭങ്ങളിലും. അദ്ദേഹം ലഹരിയുമായി ബന്ധപ്പെടുന്ന ആളുകളെ പിടികൂടാൻ വളരെ വിദഗ്ധനായിരുന്നു. വളരെ ആത്മാർത്ഥമുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. ഇപ്പൊ ജില്ലയിൽ നിന്ന് സ്ഥലം മാറിപ്പോവുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ആത്മാർത്ഥതയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ കഠിനമായ പരിശ്രമം ഈ സമൂഹത്തെ മാറ്റിയെടുക്കാൻ, ലഹരി മുക്തമാക്കിയെടുക്കാൻ തീർച്ചയായിട്ടും കഴിയും. അതോടൊപ്പം തന്നെ സർക്കാരിന്റെ നയങ്ങളും വളരെ പ്രധാനമാണ്. ഏത് സർക്കാർ വന്നാലും മദ്യനയത്തിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകാറില്ല. കൂടുതൽ മദ്യശാലകൾ അനുവദിക്കുകയും അതിലൂടെ കിട്ടുന്ന വരുമാനത്തെ സർക്കാരിന്റെ ഒരു വരുമാനമായി കാണുകയും ചെയ്യുന്ന നിഷേധാത്മകമായ നിലപാടുകൾ സർക്കാരുകൾക്ക് തിരുത്താൻ കഴിയണം. മദ്യത്തിന്റെ റവന്യൂ ജനങ്ങളെ സേവിക്കാനുള്ള രാജ്യത്തിന്റെ വലിയൊരു ഇൻകമായി കാണുന്ന രീതികൾ സർക്കാർ തിരുത്തണം തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മൾ കണ്ടു ലക്ഷദ്വീപ് 47 വർഷമായി മദ്യമില്ലാത്തൊരു സ്ഥലമായിരുന്നു ലക്ഷദ്വീപ്. ഇപ്പോൾ അവിടുത്തെ പുതിയ ഭരണപരിഷ്കാരത്തിന്റെ ഭാഗമായി 979 മുതൽ നിലനിന്നിരുന്ന മദ്യമില്ലാത്ത പ്രദേശം എന്നുള്ള നിയമം എടുത്തുമാറ്റി രാഷ്ട്രപതി അവിടെ പുതിയ എക്സൈസ് നിയമത്തിൽ ഒപ്പിട്ടതോടുകൂടി മദ്യം സുലഭമായി ലഭിക്കുന്ന ഒരു സ്ഥലമായി ലക്ഷദ്വീപ് മാറുകയാണ്. ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് ലക്ഷദ്വീപിൽ ഈ മാറ്റം കൊണ്ടുവരുന്നത്. അവിടെയുള്ള ജനങ്ങൾ ഒന്നടങ്കം എതിർത്തു. ഞങ്ങളുടെ നാടിനെ ഈ മദ്യത്തിൽ മുക്കിക്കൊല്ലാൻ നിങ്ങൾ ശ്രമിക്കരുത്. പക്ഷേ ആ നാട്ടിൽ ഇന്ന് പുതിയ മദ്യനയം കൊണ്ടുവന്നുകൊണ്ട് മദ്യം കൈവയ്ക്കുന്നതും മദ്യവിൽപ്പന നടത്തുന്നതും കുറ്റകരമല്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടുകയാണ്. അതുകൊണ്ട് സർക്കാരുകൾ ഈ വിഷയത്തിൽ മാറ്റം വരുത്തണം. മദ്യമുക്തമായ ഒരു ഭാരതം കെട്ടിപ്പിടിക്കാൻ, ഒരു കേരളം കെട്ടിപ്പിടിക്കാൻ വേണ്ടി സർക്കാരുകൾ ശ്രമിക്കണം. ഗാന്ധിജിയുടെ ആഗ്രഹം അതായിരുന്നു. ഗാന്ധിജി പറഞ്ഞത്, എന്റെ കയ്യിൽ ഈ രാജ്യത്തിന്റെ അധികാരം 1 മണിക്കൂർ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഈ രാജ്യത്തെ മദ്യമുക്തമാക്കാൻ വേണ്ടി ശ്രമിക്കുമെന്ന് പറഞ്ഞ ആളാണ് ഗാന്ധിജി. കാൾ മാർക്സ് പറഞ്ഞതും അത് തന്നെയാണ്. മുതലാളിത്തത്തിന്റെ സന്തതിയാണ് മദ്യം എന്ന് പറഞ്ഞാണ് കാൾ മാർക്സ്. പക്ഷെ ഇന്ന് പലപ്പോഴും പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇത്തരത്തിൽ മദ്യത്തിന് പ്രചോദനം നൽകുന്നു എന്നുള്ളത് ദയനീയമാണ്. ലഹരിയെ കുറിച്ച് പറയുമ്പോൾ ലഹരിയെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ചില സംഘടനകൾക്കൊക്കെ പങ്കുണ്ട്. എവിടെ നിന്നാണ് ഈ മദ്യത്തോടുള്ള, ലഹരിയോടുള്ള ആസക്തി കുട്ടികൾക്ക് കൂടി വന്നത്? ലിബറൽ ചിന്താഗതികൾ കുട്ടികളെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. മൈ ബോഡി മൈ ചോയ്സ്, എന്റെ ശരീരം എന്റെ ഇഷ്ടമാണ്, എനിക്കിഷ്ടം പോലെ ചെയ്യാം എന്നുള്ള മതത്തെ നിരാകരിക്കുന്ന, ധാർമ്മികതയെ നിരാകരിക്കുന്ന ചിന്താഗതികൾ കുട്ടികളിലേക്ക് ഇട്ടുകൊടുത്തപ്പോഴാണ് കുട്ടികൾ ഈ ലിബറൽ ചിന്താഗതികൾക്ക് അടിമകളായിക്കൊണ്ട് ലഹരിയോടുള്ള ആസക്തി കുട്ടികളിൽ കൂടി വന്നത്. അതുകൊണ്ട് കാഴ്ചപ്പാടുകളിൽ മാറ്റമുണ്ടാകണം. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ, ഗവൺമെന്റുകളുടെ കാഴ്ചപ്പാടിൽ മാറ്റമുണ്ടാകണം. എന്നാൽ മാത്രമേ മദ്യമുക്തമായ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ, നല്ലൊരു കേരളത്തെ കെട്ടിപ്പടുക്കാൻ, നല്ലൊരു നാളെ കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി മദ്യം ഉപേക്ഷിച്ചുകൊണ്ട് ജീവിതത്തിൽ പരിവർത്തനം നടത്തിയ ഒരുപാട് മോഡലുകളുണ്ട്. ഒരുപാട് മോഡൽ. ടോം ഹോളണ്ട് എന്ന് പറയുന്ന ബ്രിട്ടനിലെ വലിയ ഒരു സിനിമാ നടനാണ് അദ്ദേഹം. 4 വർഷമായി അദ്ദേഹം മദ്യം നിർത്തിയിട്ട് അദ്ദേഹം തന്നെ പറയുന്നത്, ഞാൻ എന്റെ ജീവിതത്തിൽ മദ്യപിക്കാത്ത രാത്രികളില്ല. എന്റെ വീട്ടിൽ സുഹൃത്തുക്കൾ വരുന്ന ദിവസമെല്ലാം നേരം വെളുക്കുമ്പോഴേ ഞാൻ മദ്യപിക്കുമായിരുന്നു. ഉയർന്ന വിദേശ മദ്യങ്ങൾ വാങ്ങി കഴിക്കുമായിരുന്നു. പക്ഷെ അന്നൊന്നും എന്റെ കരിയറിൽ എനിക്ക് സമാധാനം ഉണ്ടായിരുന്നില്ല. 4 വർഷമായി ഞാൻ മദ്യം തൊട്ടിട്ടില്ല, ഒരു മദ്യവും തൊട്ടിട്ടില്ല. ഇന്ന് എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ഉഷാറുണ്ട്, ഉന്മേഷമുണ്ട്, എന്റെ കരിയറിനെ കുറിച്ച് എനിക്ക് ബോധ്യമുണ്ട്, എനിക്ക് സ്വയബോധമുണ്ട് എന്ന് തുറന്നു പറഞ്ഞ ആളാണ് ടോം ഹോളണ്ട് എന്ന് പറയുന്ന ബ്രിട്ടനിലെ ഹോളിവുഡ് നടൻ. യേശുദാസ് അദ്ദേഹം പറയുന്നുണ്ട്, ക്രൈസ്തവ സമൂഹം അവരുടെ വിവാഹത്തോടനുബന്ധിച്ച് പലപ്പോഴും വീഞ്ഞു ഉപയോഗിക്കാറുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ എന്റെ വിവാഹത്തിന് എന്റെ പുരോഹിതൻ എനിക്ക് വീഞ്ഞു തന്നപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് എന്റെ കർത്താവിന്റെ മാംസം മതി, കർത്താവിന്റെ രക്തം വേണ്ട. ഇന്നുവരെ ഞാനൊരു തുള്ളി മദ്യപിച്ചിട്ടില്ല എന്ന് തുറന്നു പറഞ്ഞ ആളാണ് യേശുദാസ്. അപ്പൊ സമൂഹത്തിൽ ഇങ്ങനെയുള്ള ആളുകളെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെയും ജീവിക്കാൻ കഴിയുമെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തണം. മോഹൻലാൽ ഒരിക്കൽ തന്റെ പരസ്യത്തിലൂടെ, തന്റെ സിനിമയിലൂടെ വൈകിട്ടെന്താ പരിപാടി എന്നൊരു ചോദ്യം ചോദിച്ചു. അദ്ദേഹത്തെ വിമർശിച്ചു പല ആളുകളും. അദ്ദേഹം പറഞ്ഞത്, ഞാനിത് ചോദിക്കുന്നതിന് മുമ്പ് ഇവിടെ ആരും മദ്യപിച്ചിരുന്നില്ല എന്ന് ചോദിച്ചത്. ബഹുമാനപ്പെട്ട നടന്മാർ മനസ്സിലാക്കേണ്ടത്, സിനിമ എന്ന് പറയുന്നത് കേവലം ഒരു ആനന്ദം മാത്രമല്ല, ആസ്വാദനം മാത്രമല്ല. ഇന്നത്തെ കാലത്ത് സിനിമയെ മനുഷ്യർ അനുകരിക്കുകയാണ്, സിനിമാ നടന്മാരെ അനുകരിക്കുകയാണ്. അതുകൊണ്ട് സിനിമയിലൂടെ നല്ല സന്ദേശങ്ങൾ കൊടുക്കാൻ കഴിയണം. സിനിമ ഒരിക്കലും ലഹരിയെ പ്രോത്സാഹിപ്പിക്കുന്നതാകാൻ പാടില്ല, ലഹരിക്ക് പ്രചോദനം നൽകുന്നതാകാൻ പാടില്ല. ഇന്നത്തെ തലമുറ ആഘോഷമാക്കുന്നത്
ഇന്നത്തെ തലമുറ ആഘോഷമാക്കുന്നത് അടുത്ത തലമുറ ആനന്ദമാക്കുകയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. കാലഘട്ടത്തിന്റെ പ്രത്യേകത അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഒരു സമൂഹത്തിനും മദ്യത്തോട് യോജിപ്പില്ല, ഒരു മതത്തിനും മദ്യത്തോട് യോജിപ്പില്ല. ശ്രീനാരായണ ഗുരു പറഞ്ഞത് മദ്യത്തെക്കുറിച്ച് അത് ഉണ്ടാക്കരുത്, ചെത്തരുത്, കുടിക്കരുത്, വിഷമാണെന്ന് പഠിപ്പിച്ച് ശ്രീനാരായണ ഗുരു. ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്, ഒരു ശൗരക്കത്തി കൊണ്ട്, ഒരു ചെത്ത് കത്തി കൊണ്ട് 4 ശൗരക്കത്തി ഉണ്ടാക്കാമെന്ന്. എന്ന് പറഞ്ഞാൽ ഈ കള്ള് ചെത്തുന്നതിനേക്കാൾ നല്ല പണിയാണ് ബാർബറുടെ ജോലി എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ഒരു വിരോധാഭാസം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിന്റെ തലവെത്തിരിക്കുന്ന ആള് തന്നെ കേരളത്തിലെ വലിയ അബ്കാരിയായി മാറി എന്നുള്ളൊരു വിരോധാഭാസം നമ്മൾ കാണുന്നു എന്ന് മാത്രം. അതുകൊണ്ട് അപകടകരമായ ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ നാട് കടന്നു പോകുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് വേണ്ടത്. തിരുത്താൻ നമുക്ക് കഴിയണം. ഓപ്പറേഷൻ തൂഫാനോട് യോജിച്ചു നിൽക്കാൻ കഴിയണം. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അവസരമാണ്. ഒരു തിന്മ കണ്ടു കഴിഞ്ഞാൽ മൻ റആ മിൻകും മുൻകറൻ, ഒരു തിന്മ കണ്ടാൽ ഫൽയുഗയ്യിർഹു ബിയദിഹി, കൈകൊണ്ട് തടുക്കണം. ആദ്യം തടുക്കേണ്ടത് കൈകൊണ്ടാണ്. നമുക്കറിയാം ലഹരി മാഫിയെ കൈകൊണ്ട് തടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയില്ല, അത്ര സജീവമാണ് അവര്. കൈകൊണ്ട് തടുക്കാൻ പോകുന്നത് അപകടമാണ്. അവിടെയാണ് രണ്ടാമത്തെ ഘട്ടം. അതിന് കഴിയില്ലെങ്കിൽ നാവ് കൊണ്ട് തടയട്ടെ. നമ്മെ സംബന്ധിച്ചിടത്തോളം അതിനിപ്പോൾ കഴിയും. ലഹരി മാഫിയെ കുറിച്ചുള്ള വിവരം നമ്മൾ ആഭ്യന്തര വകുപ്പിൽ അറിയിക്കുക. അവരെ പിടികൂടപ്പെടട്ടെ. ഒരു ലഹരി മാഫിയക്കാരനും ഇനി ഇവിടെ ഉണ്ടാകരുത്. തൂഫാനിലൂടെ ഒലിച്ചു പോകണം. തൂഫാൻ എന്ന് പറയുന്നത് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്തുണ്ടായ പ്രളയമാണ്. ആ പ്രളയത്തിലൂടെ കപ്പലിൽ കയറാത്ത എല്ലാവരും നശിച്ചിട്ടുണ്ട്. നൂഹ് നബിയുടെ കപ്പലിൽ കയറിയ ആളുകൾ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. നൂഹ് നബിയുടെ മകൻ പോലും കപ്പലിൽ കയറിയിട്ടില്ല, കനാൻ, അവൻ പോലും നശിച്ചുപോയി. അതുകൊണ്ട് ഈ കേരളത്തിലൂടെ തൂഫാൻ അടിച്ചു വീശുമ്പോൾ ഈ തൂഫാനിലൂടെ കേരളത്തിലെ മുഴുവൻ ലഹരി മാഫിയകളും നശിക്കണം. ലഹരി ഉപയോഗിക്കുന്ന മുഴുവൻ ആളുകളെ നന്നാക്കിയെടുക്കാൻ കഴിയണം. നമ്മൾ നമ്മുടെ നാവ് കൊണ്ട് ഇതിനെ സഹായിക്കണം. നമുക്കറിയാവുന്ന വിവരങ്ങൾ, സത്യസന്ധമായ വിവരങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ആഭ്യന്തര വകുപ്പിന് കൈമാറി നമ്മൾ ഈ തൂഫാനുമായി സഹകരിച്ചുകൊണ്ട് ലഹരി മുക്തമായ ഒരു കേരളം പടുത്തെടുക്കാൻ വേണ്ടി, ലഹരിമുക്തമായ ഒരു നാടിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി നമ്മൾ സഹകരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.